ജയിലെന്ന് കേൾക്കുമ്പോൾ 4 മതിലും അതിലെ തടവുകാരെയുമായിരിക്കും നമുക്ക് ഓർമ്മ വരിക. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരവും ക്രൂരമായ ശിക്ഷകൾ നൽകുകയും ചെയ്യുന്ന ചില ജയിലുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ മനക്കട്ടിയുള്ളവർ മാത്രം തുടർന്ന് കാണുക. ബ്ലാക്ക് ഡോൾഫിൻ പ്രിസൺ, റഷ്യയിലെ വളരെ അപകടം നിറഞ്ഞതും എന്നാൽ മോസ്റ്റ് സെക്യൂർഡ് ആയിട്ടുമുള്ള ഒരു ജയിലാണ് ബ്ലാക്ക് ഡോൾഫിൻ പ്രിസൺ. കസാക്കിസ്ഥാൻ ബോർഡറിലായിട്ടാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ജയിലിൽ ഉണ്ടായിരുന്ന കുറ്റവാളികൾ തന്നെ നിർമ്മിച്ച് ജയിലിന് മുൻപിൽ സ്ഥാപിച്ച ഒരു കറുത്ത ഡോൾഫിന്റെ പ്രതിമയിൽ നിന്നാണ് ഈ ജയിലിന് ബ്ലാക്ക് ഡോൾഫിൻ പ്രിസൺ എന്ന പേര് ലഭിച്ചത്. റഷ്യയിലെ സീരിയൽ കില്ലേഴ്സ്, ടെററിസ്റ്റുകൾ, നരഭോജികൾ തുടങ്ങിയ വളരെ അപകടം നിറഞ്ഞ കുറ്റവാളികളെയാണ് ഈ ജയിലിൽ പാർപ്പിക്കുന്നത്. സ്റ്റീൽ ഡോറുകളാൽ ചുറ്റപ്പെട്ട വളരെ ഇടുങ്ങിയ ഒരു സെല്ലിലാണ് കുറ്റവാളികൾ കഴിയേണ്ടത്. 24 മണിക്കൂറും ഈ സെൽ CCTV ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. കൂടാതെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഗാർഡ്സ് സെല്ലിൽ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കും. 24 മണിക്കൂറിൽ വെറും 90 മിനിറ്റ് മാത്രമാണ് ആ ഇടുങ്ങിയ മുറിയിൽ നിന്നും വ്യായാമം ചെയ്യാനായി കുറ്റവാളികളെ പുറത്തിറക്കുക. കഴിഞ്ഞില്ല. പകൽ സമയങ്ങളിൽ സെല്ലിൽ ഇരിക്കാനോ വിശ്രമിക്കാനോ കുറ്റവാളികൾക്ക് പാടില്ല. അതായത് പകൽ സമയം കംപ്ലീറ്റായി ജീവിതകാലം മുഴുവൻ നിൽക്കണമെന്നർത്ഥം. സൂപ്പും ബ്രെഡും മാത്രമായിരിക്കും ഇവരുടെ ജയിൽ ഭക്ഷണം. ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് കുറ്റവാളികളെ സെല്ലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുറ്റവാളികളുടെ കൈകൾ കെട്ടി കുനിച്ചു നിർത്തി കണ്ണുകൾ കെട്ടിയതിന് ശേഷമാണ് സെല്ലിൽ നിന്നും പുറത്തിറക്കുക. ജയിൽ ചാട്ടവും ജയിലിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറം ലോകവുമായി ഒരു തരി പോലും ബന്ധമുണ്ടാകില്ല. ജീവിതകാലം മുഴുവൻ ഈ ജയിലിൽ നരകിച്ച് ജീവിക്കണം. കമ്മിറ്റഡ് മാക്സിമം സെക്യൂരിറ്റി പ്രിസൺ, കെനിയ. സ്ഥലമില്ലാതെ കുറ്റവാളികളെ കുത്തിനിറച്ച ജയിലെന്നും വൃത്തിഹീനമായ ജയിലെന്നും ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ജയിലെന്നൊക്കെ കുപ്രസിദ്ധിയുള്ള നരകതുല്യമായ കെനിയയിലെ ഒരു ജയിലാണ് കമ്മിറ്റഡ് മാക്സിമം സെക്യൂരിറ്റി പ്രിസൺ. 1400 കുറ്റവാളികളെ മാത്രം ഉൾക്കൊള്ളിക്കാൻ നിർമ്മിച്ച ഈ ജയിലിൽ ഇന്ന് 3600ഓളം ആളുകളാണ് ജയിൽവാസം അനുഭവിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിനുള്ളിലെ ഭീകരത നമുക്ക് മനസ്സിലാക്കാമല്ലോ. സത്യത്തിൽ ഈ ജയിലിൽ ഒന്ന് കിടന്നുറങ്ങുന്നവർ ഇവിടുത്തെ രാജാവായിരിക്കും. അതിനാൽ തന്നെ ഇത്ര വൃത്തിഹീനമായ സാഹചര്യം കാരണം ഇവിടെയുള്ള കുറ്റവാളികളിൽ പലർക്കും ട്യൂബർകുലോസിസും HIV തുടങ്ങിയ മാരക രോഗങ്ങൾ പിടിപെടാറുണ്ട്. ഇതിനെല്ലാം പുറമെ ഇവർ പരസ്പരം വളരെ ക്രൂരമായി ആക്രമണം അഴിച്ചുവിടുകയും ഇതിനു പുറമെ ഇവരെ ജയിലിലെ ഗാർഡ്സും വളരെ ക്രൂരമായി മർദ്ദിക്കാറുണ്ട്. എന്നാൽ ചില കുറ്റവാളികൾക്ക് ഫോണുകൾ നൽകിയും മറ്റും ഗാർഡുകൾ വൻതോതിൽ അഴിമതി നടത്താറുണ്ടെന്ന കുപ്രസിദ്ധിയും ഈ ജയിലിനുണ്ട്. ടെറെഹോട്ടെ പ്രിസൺ, USP എന്നും വിളിക്കുന്ന ഈ ജയിൽ അമേരിക്കയിലെ ഇന്ത്യാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ തന്നെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ളതും അമേരിക്കയിലെ വധശിക്ഷകൾ നടപ്പിലാക്കുന്ന ഒരു ജയിലാണിത്. അതിനാൽ തന്നെ വളരെ അപകടകാരികളായ കുറ്റവാളികളാണ് ഈ ജയിലിൽ കഴിയുന്നത്. ഈ ജയിലിലെ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ ഏകാന്ത തടവിലാണ് പാർപ്പിക്കുക. കൂടാതെ ഈ ജയിലിലെ കുറ്റവാളികൾക്ക് മെഡിക്കൽ കെയർ വളരെ കുറവാണ്. അതിനാൽ തന്നെ മാരകമായ അസുഖങ്ങൾ ഇവർക്ക് പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഇവിടുത്തെ കുറ്റവാളികൾക്ക് ശബ്ദമലിനീകരണം കാരണം ഉറക്കം ഇല്ലാതാകുന്ന വളരെ മാരകമായ അവസ്ഥയും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിലെ നരകതുല്യമായ ഒരു ജയിലാണ് USP. സാൻ ക്വന്റിൻ സ്റ്റേറ്റ് പ്രിസൺ, USA. അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പഴക്കം ചെന്ന ഒരു ജയിലാണിത്. 1800കളുടെ മധ്യത്തിലെ ഗോൾഡ് റഷ് എറ എന്നറിയപ്പെടുന്ന സമയത്താണ് ഈ ജയിൽ നിർമ്മിച്ചത്. 700ഓളം കുറ്റവാളികൾ നിറഞ്ഞ ഈ ജയിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന ജയിലെന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ചതാണ്. കുറ്റവാളികളുടെ പെരുമാറ്റവും അപകടനിലയും കണക്കാക്കി ഈ ജയിലിലെ ശിക്ഷാരീതികൾ സെക്ഷനുകളായി തിരിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ വളരെ അപകടകാരികളായ കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷയാണ് ഇവിടെ ലഭിക്കുക. അതിനാൽ തന്നെ ഈ ജയിലിലെ കുറ്റവാളികൾ പരസ്പരമൊന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ തീർത്തും ഒറ്റപ്പെട്ടും ചിലർ മരണത്തെ പ്രതീക്ഷിച്ചും ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജയിൽ തുടങ്ങിയ സമയങ്ങളിൽ ഈ ജയിലിൽ എത്തിയിരുന്ന കുറ്റവാളികൾ വളരെ മാരകമായ ശിക്ഷാരീതികളാണ് അനുഭവിച്ചിരുന്നതത്രേ. ഏതായാലും ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ ജയിലുകളിൽ ഒന്നായി ഇതറിയപ്പെടുന്നു. മെൻഡോസ പ്രിസൺ, അർജന്റീന. ഓവർ ക്രൗഡഡ് പ്രിസണുകളുടെ ലിസ്റ്റിൽ മുൻപിൽ നിൽക്കുന്ന വളരെ അപകടം നിറഞ്ഞ ഒരു ജയിലാണ് അർജന്റീനയിലെ മെൻഡോസ പ്രിസൺ. വെറും 600 പേരെ മാത്രം ഉൾക്കൊള്ളിക്കാൻ നിർമ്മിച്ച ഈ ജയിലിൽ
ഇപ്പോൾ ഏകദേശം 1800ഓളം കുറ്റവാളികളാണ് കഴിയുന്നത്. അതിനാൽ തന്നെ ഒരാൾക്ക് കഴിയേണ്ട സെല്ലിൽ 5-ൽ കൂടുതൽ ആളുകളൊക്കെയാണ് കഴിയേണ്ടി വരുന്നത്. കൂടാതെ തന്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും ഇവിടെയുള്ള കുറ്റവാളികൾ പ്ലാസ്റ്റിക്കുകളിലും ബോട്ടിലുകളിലും മറ്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വൃത്തിഹീനത എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഇതിനെല്ലാം പുറമെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ പോലും വൈദ്യസഹായം ഇവർക്ക് എപ്പോഴും ലഭിക്കാറില്ല. കൂടാതെ ഇത്രയും കുറ്റവാളികളെ നിയന്ത്രിക്കാനായി ഇവിടെയുള്ള ഗാർഡ്സുകൾ വളരെ മാരകമായി ഇവരെ ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ജയിലിലെ ഓരോ സെക്കൻഡും നരകതുല്യമാണ്. ഡിയാർബക്കീർ പ്രിസൺ, തുർക്കി. പൈശാചികമായ ശിക്ഷാരീതികൾ നിലനിന്നിരുന്ന ജയിലെന്ന പേരിൽ കുപ്രസിദ്ധിയാർജിച്ച ജയിലാണ് സൗത്ത് ഈസ്റ്റേൺ തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഡിയാർബക്കീർ പ്രിസൺ. പ്രത്യേകിച്ചും 1980 കാലഘട്ടത്തെ ഈ ജയിൽ മിലിറ്ററിയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയം ഈ ജയിൽ പീഡനത്തിന്റെയും മനുഷ്യാവകാശ ലംഘനത്തിന്റെയും അടയാളമായിരുന്നു. ഡാർക്ക് പീരീഡ് എന്നറിയപ്പെടുന്ന 1981, 1984 കാലഘട്ടത്തിൽ ഈ ജയിലിലെത്തിയിരുന്ന കുറ്റവാളികൾക്ക് ഭക്ഷണവും വെള്ളവും, എന്തിന് ഉറക്കം പോലും ലഭിക്കാതെ വളരെ മാരകമായ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ അനുഭവിക്കുമായിരുന്നു. ഈ ജയിലിലെ ശിക്ഷാരീതികൾ വളരെ ക്രൂരമാണെന്ന് പറഞ്ഞല്ലോ. ഇലക്ട്രിക് ഷോക്ക് നൽകുക, കൈകാലുകൾ ചതയ്ക്കുക, മനുഷ്യവിസർജ ടാങ്കുകളിൽ മുക്കുക തുടങ്ങിയ മാരകമായ ശിക്ഷാരീതികൾ ഇവിടെ നിലനിന്നിരുന്നു അത്രേ. അതിനാലൊക്കെ തന്നെ ഈ ജയിൽ 2021 അടച്ചുപൂട്ടുകയായിരുന്നു. എങ്കിലും ഈ ജയിലിന്റെ കുപ്രസിദ്ധിയും ക്രൂരതയും ഇന്നും ചരിത്രത്തിൽ അവശേഷിക്കുന്നു. ക്യാമ്പ് 14 കൈച്ചോൺ പ്രിസൺ, നോർത്ത് കൊറിയ. നോർത്ത് കൊറിയയിലെ സൗത്ത് പ്യോങ്യൻ പ്രവിശ്യയിലാണ് വളരെ കുപ്രസിദ്ധമായ ഈ ലേബർ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രീയമായി നോർത്ത് കൊറിയയോട് എതിർപ്പുള്ളവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ശിക്ഷിക്കുകയാണ് ക്യാമ്പിന്റെ പ്രധാന ഉദ്ദേശം. ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ രീതിയിലാണ് ഈ ജയിലുള്ളത്. കോൺമീലോ ക്യാബേജ് സൂപ്പോ മാത്രം ഭക്ഷണമായി നൽകുന്നതിനാൽ തന്നെ ഇവിടെയുള്ള തടവുകാർക്ക് മാന്യൂട്രീഷൻ സംഭവിക്കുകയും കൃത്യമായ മെഡിക്കൽ പരിചരണമില്ലാതെ നരകിക്കുകയും ചെയ്യുന്നത് പതിവാണ്. കൂടാതെ ഇവിടെയുള്ള തടവ് പുള്ളികൾ എല്ലാ ദിവസവും 16 മണിക്കൂർ മൈനിങ് പോലെയുള്ള വളരെ അപകടം നിറഞ്ഞതും കഠിനവുമായിട്ടുള്ള ജോലികൾ ചെയ്യണം. ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ വളരെ മാരകമായ ശിക്ഷകളായിരിക്കും ഇവർക്ക് ലഭിക്കുക. തടവുകാരെ പട്ടിണിക്കിടുക, ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുക തുടങ്ങിയവയൊക്കെ ഇവിടുത്തെ ചില ക്രൂരമായ ശിക്ഷാരീതികളാണ്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഭയാനകമായി തോന്നിയ ജയിൽ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.